കഴിഞ്ഞ വീഡിയോയുടെ ബാക്കി ഭാഗമാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ട് ഞങ്ങളെ ഇഷ്ടപ്പെടുന്ന എൻ്റെ അനിയന്മാർക്കും ചേട്ടന്മാർക്കും ചേച്ചിമാർക്കും അനിയത്തിമാർക്കും അമ്മമാർക്കും ഒക്കെ ഒരുപാട് താങ്ക്സ് ഉണ്ട്. ഇങ്ങനെ സ്നേഹിക്കുന്നതിലും സപ്പോർട്ട് ചെയ്യുന്നതിലും അത് വാക്കുകളിലൂടെ ഒരിക്കലും പറയാൻ പറ്റുന്ന ഒന്നല്ല. അപ്പം എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ നിങ്ങളുടെയൊക്കെ കമൻസ് കാണുമ്പം. അത് ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്ന ഇനിയും കമൻ്റ് ഇട്ട് എന്താ പറയുക നിങ്ങളുടെ സ്നേഹവും സപ്പോർട്ടും ഒക്കെ അറിയിക്കണം. അപ്പം ഞാൻ എൻ്റെ അമ്മയുടെ വീട്ടിൽ വന്നിട്ടുണ്ടേ. അത് ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാനൊരു സർപ്രൈസുമായിട്ടാണ് വന്നേക്കുന്നതെന്ന് പറഞ്ഞില്ലേ, ഇത് ഏത്തക്കയാണ് കേട്ടോ. ഏത്തക്കയുടെ തൊലിയാണ്. അപ്പോൾ ഇത് വെച്ചിട്ടൊരു തോരൻ ഉണ്ടാക്കാം എന്ന് കരുതിയിട്ട് കൊണ്ടുവന്നതാണ് കേട്ടോ. അപ്പോൾ എനിക്ക് ഇത് ഭയങ്കര ഇഷ്ടമാണ്. എന്ത് കിട്ടിയാലും ഞാനത് എന്തെങ്കിലുമൊക്കെ ആക്കി വെക്കും. ഒന്നുകിൽ തോരൻ, അല്ലെങ്കിൽ മെഴുക്ക് പുരട്ടി, അല്ലെങ്കിൽ കറി. ഇന്ന് ഇവർക്ക് ഞാൻ 8ൻ്റെ പണി കൊടുക്കാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും എൻ്റെ വീഡിയോ കാണണം. ദേ നോക്കിക്കോ. ഞാനാണെങ്കിൽ ഏത്തക്കയുടെ ആ തൊലി എടുത്തിട്ട് അതിലെ നരമ്പിൻ്റെ ഭാഗം ഉണ്ടല്ലോ, നരമ്പ് ഇവിടെ അങ്ങനെ പറയുന്നത്, അങ്ങനെയല്ലേ നിങ്ങളുടെ നാട്ടിൽ അങ്ങനെയാണോ പറയുന്നത് എനിക്കറിയില്ല കേട്ടോ. എന്തായാലും അത് ഞാൻ എല്ലാം ചെത്തി വൃത്തിയാക്കുന്നുണ്ട്. ചെത്തിയല്ല, ചീകി കളയുന്നുണ്ട്. പിന്നെ സൈഡിൽ ഈ കറുത്തിട്ടിരിക്കുന്ന എല്ലാം ഞാൻ ചെത്തി കളയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഒരുപാട് ചെത്തി കളയുന്നില്ല, എന്നാലും ചെത്തി കളയുന്നുണ്ട്. പിന്നെ ഈ നമ്മൾ ഏത്തക്ക എടുക്കുമ്പോഴും ഇങ്ങനെ കയ്യിൽ കറ പറ്റും. വാഴയുടെ കൂമ്പരിയുമ്പോഴും അരിയുമ്പോഴും ഒക്കെ നമ്മുടെ കയ്യിൽ ഇങ്ങനെ കറ പറ്റുമ്പം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ വെള്ളം എടുത്ത് ഇതുപോലെ അടുത്ത് വെച്ചിട്ട് കൈ മുക്കി കൊടുക്കുക. ഇടയ്ക്കിടയ്ക്കൊക്കെ കൈ മുക്കി കൊടുക്കുമ്പം നമ്മുടെ കയ്യിൽ അധികം കറ പറ്റത്തില്ല, എന്നാൽ കറ പറ്റുകയും ചെയ്യും. അല്ലെങ്കിൽ നമ്മൾ കുറച്ച് പച്ച വെളിച്ചെണ്ണ എടുത്തിട്ട് വെളിച്ചെണ്ണ എടുക്കാം, എന്നിട്ട് നമ്മുടെ കയ്യിൽ തേച്ച് പിടിപ്പിച്ചിട്ട് അരിഞ്ഞാൽ മതി. നമുക്ക് അധികം കറയാവത്തുമില്ല. സോപ്പിട്ട് കഴുകുമ്പം അത് പോവുകയും ചെയ്യും കേട്ടോ. അപ്പം ഞാൻ എന്താണ്ടേ ഓരോ പണികൾ നിൽക്കുന്നുണ്ട്. മാമൻ എൻ്റെ അടുത്ത് വന്നിരിപ്പുണ്ട്. പിന്നെ എനിക്കൊരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. കമൻറ്റ് വായിച്ചപ്പോൾ എനിക്കൊരു വല്ലാത്തൊരിതുപോലെ തോന്നി. പക്ഷേ നമ്മുടെ ലോകം അങ്ങനെയാണല്ലോ. ആർക്കും ആരെയും വിശ്വസിക്കാൻ പറ്റാത്തൊരു ലോകത്തിലൂടെയാണ് എല്ലാവരും കടന്നു പോകുന്നത്. അപ്പം വീഡിയോയ്ക്ക് റീച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ മന്ദബുദ്ധികളെയും അംഗവൈകല്യമുള്ളവരെയും വയസ്സായ ആളുകളെയൊക്കെ കാണിച്ച് റീച്ച് കൂട്ടാൻ വേണ്ടിയിട്ടാണോ ചെയ്യുന്നത് എന്നൊക്കെ ചോദിച്ചൊരു കമൻറ്റ് വന്നു. അത് ഞാൻ റിമൂവ് ചെയ്തു എൻ്റെ യൂട്യൂബിൽ നിന്ന്. ഒരിക്കലും അല്ല, ഞങ്ങൾ വീട്ടിലിങ്ങനെയാണ്, എൻ്റെ വീട്ടിൽ ഞങ്ങൾ ഇങ്ങനെയാണ്. എല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിച്ച് എല്ലാവരും ഒരുമിച്ച് ജോലി ചെയ്ത് ഇങ്ങനെയാണ്. അപ്പം അത് ഞാൻ നിങ്ങളിലേക്ക് കാണിക്കുന്നു. അതെൻ്റെ സന്തോഷമാണ്. ഞാൻ എൻ്റെ സന്തോഷം കൊണ്ടാണ് വീഡിയോ എടുത്തിട്ട് നിങ്ങളിലേക്ക് കാണിക്കുന്നത്. കമൻ്റ് ഇട്ട ആളെയും ഞാൻ കുറ്റം പറയുന്നില്ല. നമ്മുടെ ലോകം അങ്ങനെയാണ്, ഒരു സ്വാർത്ഥത നിറഞ്ഞൊരു ലോകമാണ്. അപ്പോൾ അദ്ദേഹത്തിന് ചിലപ്പം അങ്ങനെ തോന്നിക്കാണും. എന്തായാലും അത് ഞാൻ വിട്ടു. അത് കഴിഞ്ഞപ്പോൾ അച്ഛൻ ടൗൺ വരെ പോകുന്നുണ്ടേ. അപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചു എന്തോ വേണമെന്ന്. അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് ഡയറി മിൽക്ക് വാങ്ങിയിട്ട് വരണേന്നേ. അതുകൊണ്ട് അമ്മ അച്ഛനെ യാത്രയാക്കുന്നുണ്ട് കേട്ടോ. ഈ സമയം അമ്മയുടെ അനിയത്തി ഉണ്ടല്ലോ, എന്നെ ഫോണിൽ വിളിച്ചിട്ട് എൻ്റെ അടുത്ത് ചോദിച്ചായിരുന്നു വാവയ്ക്ക് അനക്കം ഉണ്ടോ, വാവ എന്തോ പറയുന്നു, നീ സുഖമായിരിക്കുന്നു എന്നൊക്കെ എൻ്റെ അടുത്ത് ചോദിച്ചു. അപ്പം ഞങ്ങൾ കുറച്ച് നേരം കാര്യം പറഞ്ഞേ. അങ്ങനെ കാര്യം പറഞ്ഞ് സമയം പോയത് അറിഞ്ഞില്ല. അപ്പം എന്താ എൻ്റെ പണിയും ഇങ്ങനെ നിന്നു. അപ്പം ഞാൻ കൊത്തി അരിയുന്നുണ്ട്. ഇത് കുറച്ച് അരിഞ്ഞെടുക്കാൻ നല്ല പാടും നല്ല താമസമായിരുന്നേ. അപ്പോൾ ഞാൻ സ്പീഡിന് ചെയ്യട്ടെ. കാര്യം പറഞ്ഞ് നിന്നപ്പോഴത്തേനും സമയം പോയത് അറിഞ്ഞില്ല. അമ്മ അപ്പുറത്ത് നല്ല തകൃതിയായിട്ട് പണിയിൽ നിൽക്കുകയാണ്, തേങ്ങ വറുക്കുന്നുണ്ടേ. അപ്പോൾ ഞാൻ കുനുകുന അരിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ട്. കണ്ടില്ലേ, ചെറിയതായിട്ട് അരിഞ്ഞെടുത്തിട്ടുള്ള എൻ്റെ കൈ കണ്ടോ, ഫുള്ളും കറയായിട്ടുണ്ട്. ഇതിനി സോപ്പിട്ട് കഴുകിയാൽ പോകും കേട്ടോ. വെള്ളത്തിൽ മുക്കി എണ്ണയും തേച്ചായതുകൊണ്ട് അത് അധികം നമ്മുടെ കയ്യിൽ ഇരിക്കത്തില്ല. അപ്പം അമ്മ തേങ്ങ വറക്കുന്നുണ്ട്. കൊച്ചച്ഛൻ വന്നപ്പം തലേന്ന് വങ്കട കൊണ്ടുവന്നായിരുന്നേ. അപ്പം വറുത്തരച്ചിട്ട് മീൻകറി വെക്കാമെന്ന് കരുതി. അപ്പോൾ ഇത് ഫ്രഷ് ആണോ ടേസ്റ്റ് ഉണ്ടോ ഒന്നും അറിയത്തില്ല, എന്നാലും കറി വെച്ച് നോക്കണം. പക്ഷെ അമ്മ കറി വെക്കുന്ന ആ മീൻ കൊള്ളത്തില്ലെങ്കിൽ കൂടെ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പം വറുത്തരയ്ക്കാനുള്ള ഒരു പരിപാടിയാണ് നിൽക്കുന്നത്. അപ്പം തേങ്ങ വറുത്തുകൊണ്ടിരിക്കുകയാണ്. തേങ്ങ വറുത്തതില്ല, തീർന്നു. അപ്പം അമ്മ ഇച്ചിരി ഏറെ വറക്കുന്നുണ്ട്. വറക്കുമ്പം ഇച്ചിരി ഏറെ വറുത്ത് വെക്കും. എന്നിട്ട് കുറച്ച് മീൻ കറിക്ക് വേണ്ടിയിട്ട് എടുത്ത് ബാക്കി നമ്മൾ ടിന്നിൻ്റെ അകത്താക്കി വെക്കും അങ്ങനെ. അപ്പോൾ ഞാൻ തേങ്ങ തിരുമുന്നുണ്ട് കേട്ടോ, തോരന് വേണ്ടിയിട്ടാണ്. അപ്പം തോരനൊക്കെ നല്ല തേങ്ങ വേണം. ഇപ്പോൾ തേങ്ങയ്ക്കൊക്കെ ഭയങ്കര വിലയല്ലേ. ഞങ്ങളുടെ ഇവിടെ തെങ്ങൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് തേങ്ങയുടെ ഒരു ഇത് ഞങ്ങൾ അറിഞ്ഞതേ ഇല്ല. ഇപ്പം തെങ്ങൊക്കെ പോയപ്പോഴത്തേനും നല്ല ബുദ്ധിമുട്ട് അറിയുന്നുണ്ട് തേങ്ങയ്ക്ക് കേട്ടോ. അപ്പം പിന്നെ എൻ്റെ വീട്ടിൽ നിന്ന് തേങ്ങയൊക്കെ അടത്തുമ്പം 2-3 എണ്ണ ഇവിടെ കൊണ്ടുവരും.
അങ്ങനെ. അല്ലെങ്കിൽ നമുക്ക് തേങ്ങ തീർന്നു കഴിഞ്ഞാൽ നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കും. പുറത്തുനിന്ന് വാങ്ങിക്കുന്ന തേങ്ങ കൊള്ളത്തുമില്ല. എന്താ അല്ലേ, തേങ്ങയുള്ളപ്പം ഇല്ല. ഒരു പഴഞ്ചൊല്ലുണ്ട്, കണ്ണുള്ളപ്പം കണ്ണിൻ്റെ വില അറിയത്തില്ലെന്ന്. ഇപ്പം തെങ്ങില്ലാതെ വന്നപ്പം തേങ്ങയുടെ വില നല്ലപോലെ അറിയുന്നുണ്ട്. തേങ്ങയില്ലാതെ കറികൾക്ക് ഒരു രുചിയും കാണത്തില്ലല്ലോ. എന്തായാലും എല്ലാത്തിനും തേങ്ങ വേണം. ആ അപ്പം ഞാൻ ദാ തേങ്ങ തിരുമുന്നുണ്ട്. അമ്മയടുത്ത് ചോദിക്കുന്നുണ്ട് ഇടയ്ക്ക്, അമ്മ ഇത്രയും മതിയോ എന്നേ. പിന്നെ ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്തപ്പോഴാണ് ഇതെന്തോ ഇതാ സംസാരിക്കുന്നേനെ. ഇതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അമ്മ 2-3 വട്ടം തുമ്മി. അപ്പം ഞാൻ പറഞ്ഞ് അമ്മയ്ക്ക് എന്നെ പൊട്ടിക്കാൻ പറ്റത്തില്ല, ഞാൻ അമ്മയെക്കാട്ടിൽ ഫസ്റ്റ് ഉള്ളത്, ഞാൻ രാത്രി കിടക്കുമ്പോഴും അങ്ങ് തുമ്മല, അരമണിക്കൂർ 15 മിനിറ്റൊക്കെ അങ്ങ് നിന്നങ്ങ് തുമ്മും. ഇനി ഭയങ്കര തുമ്മല, രാവിലെ ഉച്ചയ്ക്ക് വൈകിട്ട് രാത്രി ഇങ്ങനെ സമയത്തൊക്കെ ഞാനങ്ങ് തുമ്മും. എന്താണെന്നറിയില്ല, ഭയങ്കര തുമ്മലായിരുന്നു എനിക്ക്. പൊടി അടിച്ചിട്ടാണോ ഇനി എന്താണെന്ന് അറിയത്തില്ല. അപ്പം ഇങ്ങനെ എൻ്റെ മൂക്കിൽ കൂടി ഇങ്ങനെ ലിക്വിഡ് പോലെ ഇങ്ങനെ ഒഴുകും. അപ്പം പനിയുടെ പോലെ അങ്ങ് സൗണ്ടും ചേഞ്ച് ആവും. ഭയങ്കര ബുദ്ധിമുട്ടാണ്. അത് ഞാൻ ഡോക്ടറിൻ്റെ അടുത്ത് അന്ന് പറഞ്ഞായിരുന്നു കേട്ടോ, ഹോസ്പിറ്റലിൽ പോയ സമയത്തെ. അപ്പം എന്താ നമ്മുടെ ചോറ് ഇതാ തിളയ്ക്കുന്നുണ്ട് കേട്ടോ. ചോറായി വന്നിട്ടുണ്ട്. അതിപ്പോൾ അമ്മ ഊറ്റിയിടും. ദേ ഞാനാണെങ്കിൽ കാന്താരി പൊട്ടിച്ചെടുക്കാനായിട്ട് ഇപ്പുറത്ത് വീടിൻ്റെ പുറഭാഗത്ത് വന്നിട്ടുണ്ട് കേട്ടോ. ദാണ്ട് ഇവിടെ കുഞ്ഞു കുഞ്ഞ് കാന്താരിയുടെ തൈയൊക്കെ അമ്മ വെച്ച് കൊടുത്തിട്ടുണ്ടേ. ഇതിൽ കാന്താരി ഉണ്ടായിരുന്നേ. ഞാൻ 2-3 ദിവസം മുമ്പ് ഇവിടെ വന്നപ്പോൾ ഇതെല്ലാം പറിച്ചുകൊണ്ട് പോയേ. അപ്പം ഞാൻ നോക്കുകയാണ് വിളഞ്ഞ ഇതുണ്ടോന്നേ. അപ്പോൾ 5-6 കിട്ടിയിട്ടുണ്ട്. അതൊക്കെ ഞാൻ പറിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. എപ്പോൾ ഇവിടെ വന്നാലും ഇത് ഞാൻ പറിച്ചെടുത്തിട്ട് കൊണ്ടുപോകും വീട്ടിലേക്ക്. തോരനൊക്കെ ചതയ്ക്കാൻ നല്ലതാണല്ലോ. അങ്ങനെ പറിച്ചെടുത്തിട്ട് പോകും. അതുകൊണ്ട് ഇതിൻ്റെ അകത്ത് കുറവാണ്. എന്നാലും ഉള്ളത് ഞാൻ തൂത്തുവാരി പറിക്കുന്നുണ്ട് കേട്ടോ. ദാണ്ടെ ചക്കിമോൻ ഹാജർ ഇട്ടിട്ടുണ്ട്. അവന് ദാണ്ടെ മീനിൻ്റെ വേസ്റ്റൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാൻ മാമൻ്റെ അടുത്ത് പറഞ്ഞു, മാമ വാ സെൽഫി എടുക്കാന്നേ. അതാ ഇങ്ങനെ എത്തി വലിഞ്ഞ് നോക്കുന്നത്. ദാണ്ടെ വങ്കട മീൻ അമ്മ, ഇവിടെ വങ്കടയെന്നാണ് പറയുന്നത് ഈ മീനിനെ. വങ്കട മീൻ ദാണ്ടെ വെട്ടുന്നുണ്ട്. ദാണ്ടെ അവൻ കഴിക്കുന്നുണ്ടോ? അവനൊരു കൊതിച്ചനാണ്. മീനൊക്കെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ അമ്മയുടെ അടുത്തൊന്നും മാറത്തില്ല. ദാണ്ടെ മാമൻ ആസ്വദിക്കുന്നുണ്ട് അമ്മ മീൻ വെട്ടുന്നേ. കുറേ നേരം അമ്മയെന്ന് വിളിച്ചിട്ട് കാണാത്തതുകൊണ്ട് ഞാൻ പോയി നോക്കും എവിടാന്നേ. ഇവിടെയുള്ള ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ചെവി കേൾക്കത്തില്ല. എനിക്കും ചില സമയത്ത് കേൾക്കത്തില്ല, വിളിച്ചാലും ഞാനും കേൾക്കൂല കേട്ടോ. അത് ചിലപ്പം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കേൾവി കുറവുകൊണ്ടല്ല, നമ്മൾ എന്തെങ്കിലും പണിയിലൊക്കെ നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് വിളിച്ചാൽ കേൾക്കത്തില്ല. അപ്പം ഞാൻ കുറേ വട്ടം വിളിച്ച്, അന്നേരമാണ് അമ്മ ഞാൻ മീൻ കഴുകാന്നേന്ന് പറഞ്ഞത്. അപ്പം ഞാൻ അങ്ങോട്ട് പോയി കേട്ടോ. അങ്ങോട്ട് പോയി പിന്നെ അമ്മയടുത്ത് കാര്യമൊക്കെ പറഞ്ഞ്, ഞാൻ പറഞ്ഞു തോരൻ എന്താ പിന്നെ ചതച്ച അടുപ്പത്താക്കട്ടേന്ന് ചോദിച്ചപ്പം അമ്മ പറഞ്ഞ് നിൽക്ക് ഞാൻ കയറി വരട്ടെ, ചട്ടി എടുത്തു തരാമെന്ന് പറഞ്ഞേ. അങ്ങനെ അതിന് വേണ്ടിയിട്ട് ഞാനിങ്ങനെ ഇറങ്ങി വന്നേ. അപ്പോൾ ദാ അമ്മ മീൻ കഴുകുന്നുണ്ട്. ഈ സമയം ഞാൻ അയ്യത്തൊക്കെ ഇങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ എന്തൊക്കെയുണ്ടെന്ന്. ഇത് ഞാൻ നേരത്തെ വെട്ടിയ ചേമ്പാണ് കേട്ടോ, കിളിച്ച് വരുന്നുണ്ട്. പിന്നെ മുകളിലൊരു പ്ലാവിൽ ചക്കയൊക്കെ ഉണ്ടോ എന്ന് ഞാനിങ്ങനെ നോക്കുന്നുണ്ട്, മുകളിലോട്ടൊക്കെ നോക്കുന്നുണ്ട്. അപ്പോൾ എന്തൊക്കെയോ ഗോഷ്ടി ഞാൻ അവിടെ നിന്ന് കാണിക്കുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ ഇടയ്ക്കിടയ്ക്കൊക്കെ ഉള്ള എൻ്റെ ഗോഷ്ടിയാണേ. ഇതെല്ലാം കഴിഞ്ഞ് വന്നപ്പം എന്താണ്ട് കുറച്ച് നേരം വെള്ളത്തിലിട്ട് വെച്ച ഏത്തക്കയുടെ തൊലിയുണ്ടല്ലോ, അതിലെ കറിയൊക്കെ ഏതാണ്ട് ഏകദേശം പോയിട്ടുണ്ടേ. അപ്പം ഞാനത് 2 വെള്ളത്തിൽ കഴുകി എടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ കഴുകി ഊറ്റി വാരി എടുക്കുന്നുണ്ട്. അപ്പോൾ അമ്മ എൻ്റെ അടുത്ത് പറഞ്ഞ് ഇങ്ങനെ കുത്തിയിരിക്കല്ലേ, നീ മാറ് ഞാൻ കഴുകിക്കോളാം എന്നൊക്കെ അമ്മ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു അമ്മ കഴുകണ്ട, ഞാൻ കഴുകിക്കോളാം, എനിക്ക് കുഴപ്പമൊന്നുമില്ല. കണ്ടോ ഞാൻ പയറ് പോലെ ചാടി നടക്കുന്നേ. ഇന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ 8ൻ്റെ പണി തരും, അതിന് വേണ്ടിയിട്ടാണ് ഞാൻ വന്നതെന്നൊക്കെ ഞാൻ പറഞ്ഞ് ഞാൻ ആ പണി ഏറ്റെടുക്കുന്നുണ്ട്. അപ്പോൾ ദാ കുറച്ച് വെളുത്തുള്ളി, കുറച്ച് കാന്താരി മുളക് ഒക്കെ എടുത്തിട്ടുണ്ട് തോരന് വേണ്ടിയിട്ടാണേ. അപ്പം ദാ അമ്മ കുറച്ച് ജീരകം ഇടുന്നുണ്ട്. ജീരകം ഇടുമ്പോൾ നല്ലൊരു മണവും ടേസ്റ്റും കിട്ടും കേട്ടോ. പെരിഞ്ജീരകമല്ല, ഇത് ചെറിയ ജീരകമാണേ. അപ്പോൾ ചെറിയ ജീരകം, പിന്നെ കുറച്ച് കാന്താരി, പിന്നെ കുറച്ച് വെളുത്തുള്ളി, ഇതെല്ലാം കൂടെ മിക്സിയുടെ ജാറിലിട്ടിട്ട് നമ്മൾ നല്ലപോലെ അരച്ചെടുക്കും. പിന്നെ കുറച്ച് തേങ്ങയും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് കുറച്ചൊരു നുള്ളു മഞ്ഞൾപ്പൊടി ഇട്ട് അത് ചതച്ചെടുത്ത് മാറ്റി വെക്കും. അത്രേ ചതയ്ക്കത്തുള്ളൂ. എന്നിട്ട് കൈ കൊണ്ട് തിരുമും നമ്മൾ. അത് ഞാൻ കാണിക്കാം വീഡിയോയിലെ. ഇപ്പം അമ്മ ചട്ടിക്കകത്ത് ദാണ്ട് ഏത്തക്കയുടെ തൊലി ഇട്ട് അതിൽ കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ആക്കിയിട്ട് അടുപ്പത്ത് വെക്കുന്നുണ്ടേ. ഈ സമയമായപ്പോൾ എനിക്ക് ഭയങ്കര ക്ഷീണം വന്നു കേട്ടോ. എനിക്കെന്തോ ശരീരം തളരുന്നൊക്കെ പോലെ തോന്നിയപ്പം ഞാൻ അവിടെ ഇരുന്നു. അപ്പം അമ്മ പറഞ്ഞു ദാണ്ട് ചോറ് ഊറ്റിയിട്ടിട്ടുണ്ട്, അപ്പോൾ അതിൽ കഞ്ഞിവെള്ളം എടുത്തിട്ട് കുടിക്കുന്നത് നല്ലതാണ് ക്ഷീണം മാറാനൊക്കെ. അപ്പം അമ്മ പറഞ്ഞു നീ കുറച്ച് നേരം അവിടെയെങ്കിലും പോയി അടങ്ങിയിരിക്കാൻ. ഞാൻ കുറച്ച് നേരം അടങ്ങിയിരുന്നു കേട്ടോ. ഇത് ഞാൻ നേരത്തെ തിരുമ്മി വെച്ചതാണ് കേട്ടോ ഈ തോരൻ്റെത്. അപ്പം നമ്മൾ ആ മിക്സിയുടെ ജാറിൽ നിന്ന് നമ്മൾ അടിച്ച് വെച്ച കുറച്ച്
തേങ്ങയും കാന്താരിയൊക്കെ ഇല്ലേ, അത് ഈ ചതയ്ക്കാത്ത തേങ്ങയിലേക്ക് ഇട്ടിട്ട് നല്ല ഞെവിടി കൂട്ടി വെക്കും. എന്നിട്ട് നമ്മൾ ഈ ഏത്തക്കയുടെ തൊലി വെന്ത് കഴിയുമ്പോഴത്തേനും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അങ്ങനെ ഞാൻ ചെയ്യുന്നത്. അമ്മ എനിക്കാണെങ്കിൽ കഞ്ഞിയുടെ വെള്ളം തരുന്നുണ്ടേ, അപ്പോൾ ഞാനത് കുടിക്കുന്നുണ്ട്. എന്നും കഞ്ഞിയുടെ വെള്ളമൊന്നും കുടിക്കാറില്ല. ഇങ്ങനെയൊക്കെ വല്ലപ്പോഴും ക്ഷീണവും തളർച്ചയൊക്കെ വരുവാണെങ്കിൽ കുടിക്കും. പിന്നെ ഉപ്പിട്ട് കഞ്ഞിവെള്ളം കുടിക്കുന്നത് നല്ലതാണ്, ക്ഷീണത്തിനും തളർച്ചയ്ക്കൊക്കെ നല്ലതാണ്. അപ്പോൾ അമ്മ തന്നെ തോരൻ വെക്കുന്നുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു, അമ്മേ എനിക്ക് ഉപ്പ് നോക്കാൻ തായോ, കൊള്ളാവോ നോക്കട്ടെ. അങ്ങനെ എനിക്ക് ഉപ്പ് നോക്കാനൊക്കെ തന്ന്, പിന്നെ അമ്മ തേങ്ങയുടെ അരപ്പൊക്കെ ഇട്ട് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് അത് വീണ്ടും മൂടി വെക്കുന്നുണ്ട്, ഇളക്കിയിട്ട് മൂടി വെക്കുന്നുണ്ടേ. പിന്നെ എന്താണെന്നറിയില്ലേ, ഈ ഏത്തക്കയുടെ തൊലിയൊക്കെ ഉത്രാട ദിവസം ഈ ഉപ്പേരി ഉണ്ടാക്കാനായിട്ട് നമ്മൾ ചിപ്സിന് എടുക്കത്തില്ലേ, ചിപ്സിന് എടുത്തിട്ട് ഈ തൊലി അധികം വരുന്നത് കളയത്തില്ല, അത് ഇതുപോലെ തോരനാക്കും. ഉത്രാടത്തിനന്ന് രാത്രിയിൽ കഞ്ഞിയും ഏത്തക്കയുടെ തൊലിയും പയറും കൂടി ഇട്ടിട്ട് തോരനാക്കിയിട്ട് കഴിക്കും. പണ്ടത്തുള്ള ആഹാരം ഇതായിരുന്നു. നല്ല ടേസ്റ്റ്, പലരും നല്ല സ്വാദോടുകൂടി കഴിച്ചിട്ടുണ്ട്. ഇന്ന് അതേ കുത്തരിച്ചോറോ അങ്ങനെ അതേ ടേസ്റ്റിനൊന്നും ഒന്നും കിട്ടത്തില്ല. എല്ലാം കെമിക്കലും എല്ലാത്തിലും മായമുണ്ട്. സത്യം പറയാലോ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അമ്മ വെച്ചുകൊണ്ട് നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ ഉപ്പൊന്നും കൂടിയിട്ടില്ല, കറക്റ്റ് പരുവാണ്. എനിക്കും തന്നു കുറച്ച്, ദാണ്ടേ മാമനും കൊടുത്തു കേട്ടോ. മാമൻ അപ്പുറത്ത് പോയിരുന്ന് കഴിക്കുന്നുണ്ട്. കൊള്ളാവും ചോദിച്ചപ്പം കൊള്ളാമെന്ന് പറഞ്ഞ് വീണ്ടും വന്നു പ്ലേറ്റും കൊണ്ട് കഴിച്ച് കഴിഞ്ഞിട്ടേ ആള്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത പാർട്ട് ഞാൻ പിന്നെ അപ്ലോഡ് ചെയ്യാം. പുതിയ വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ. ഇതുപോലെ എന്നെ തുടർന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ.